കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത പാർട്ടികളെ അധികാരത്തിലെത്തിക്കുന്നതിൽ രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ഭരിക്കുന്ന ജെഡിയുയുടെ വിജയത്തിന് പിന്നിൽ പ്രശാന്ത് കിഷോർ ആണെന്ന് പറയപ്പെടുന്നുമുണ്ട്. പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമാണ്. പ്രശാന്ത് കിഷോർ ബീഹാറിൽ ജൻസ്വരാജ് പദയാത്ര ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ യാത്രയിലൂടെ അദ്ദേഹം ബീഹാറിലെ വോട്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, പ്രശാന്ത് കിഷോർ ഉടൻ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുമെന്നതാണ് സൂചനകൾ. ആദ്യം ബീഹാറിലെ സമൂഹം മാറ്റത്തിന് തയ്യാറാകണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര് ജയിച്ചാലും പ്രശ്നമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹം മാറണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് താൻ മത്സരിക്കണോ വേണ്ടയോ എന്നത് ഒരു പ്രധാന വിഷയമല്ല എന്നതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. 2017-18 കാലത്ത് JDU-വിലായിരുന്നപ്പോൾ താൻ രാജ്യസഭയിലേക്ക് പോകുമെന്ന സംസാരമുണ്ടായിരുന്നു. പക്ഷേ താൻ അപ്പോഴും ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. താൻ ബീഹാറിൽ താമസിച്ച് ബീഹാറിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ ജനസ്വരാജ് യാത്രയിലെ സഹപ്രവർത്തകർ പറഞ്ഞാൽ തീർച്ചയായും താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. സഹപ്രവർത്തകർ പറയുന്ന മണ്ഡലത്തിൽ താൻ മത്സരിക്കും. ഹരാരിയ, ചമ്പാരൻ, ബക്സർ, പട്ന, രാധോപൂർ തുടങ്ങി ഏത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കാര്യം പേടിയില്ല. നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പാർട്ടികളെ ജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതേ ജോലി നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ചെയ്താൽ നമുക്ക് എത്ര എളുപ്പമായിരിക്കും കാര്യം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ബീഹാറിനെ കുറിച്ച് തനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരഞ്ഞെടുക്കുന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തവണ ഒരുപക്ഷെ പ്രശാന്ത് കിഷോർ മത്സരത്തിലിറങ്ങുമ്പോൾ അത് രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മത്സരമായിരിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ മത്സരത്തിനിറങ്ങിയാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമോ, അതോ അദ്ദേഹത്തിന് വിജയിപ്പിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതൊക്കെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ തോൽക്കുകയാണെങ്കിൽ അതൊരുപക്ഷെ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ട് പ്രശാന്ത് കിഷോറിന് ഉണ്ടായേക്കും. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തവൻ എങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുമെന്നുള്ള ചോദ്യങ്ങളും ഒരുപക്ഷെ ഉയർന്നേക്കും.